ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അറേബ്യ രാജ്യം ഭരിക്കുന്ന കാലഘട്ടം. അദ്ദേഹം അക്കാലത്ത് രാജ്യത്തെ പ്രജകളുടെ സ്ഥിതിഗതികൾ അറിയുന്നതിനു വേണ്ടി അദ്ദേഹം രാത്രി സമയങ്ങളിൽ, അർദ്ധരാത്രി സമയങ്ങളിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ മലകളും താഴ്വാരങ്ങളും മരുഭൂമിയും താണ്ടി പല പല സ്ഥലങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് ഓരോ ഭാഗത്തും ഉള്ള കുറവുകളും ന്യൂനതകളും കണ്ടെത്തി അതിന് പരിഹാരം ചെയ്തു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു കുടിലിൽ നിന്ന് ഒരു ഉമ്മയുടെ സംസാരവും തൊട്ട് സമീപത്തായിരിക്കുന്ന ഒരു കുട്ടിയുടെ അടങ്ങാത്ത കരച്ചിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം നേരെ ആ വീട്ടിലേക്ക് കയറി ചെന്നു. കതകിൽ മുട്ടി. അപ്പോൾ അവർ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് അവർ ആക്രോശിച്ചു, എന്ത് ഈ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന ഈ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പോലും സാധിക്കില്ലല്ലോ, ഞങ്ങൾ പട്ടിണിയാണ്, ഞങ്ങൾ മുഴുപട്ടിണിയിലാണ്, എങ്കിലും സ്വൈര്യത പോലും ഞങ്ങൾക്ക് തരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ സ്ത്രീ ശൗര്യത്തോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയെ സമാധാനിപ്പിച്ചിട്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളുടെ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ കുറേ സമയങ്ങളായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് നിങ്ങൾക്കെന്ത് വേണം? ഇവിടെ ഒരു ഭരണകർത്താവുണ്ടല്ലോ, അദ്ദേഹം നോക്കിക്കോളും, നിങ്ങളെന്തിനാണ് ഈ വക വേണ്ടാത്ത കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ സ്ത്രീ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ, ഭരണാധികാരിയുടെ നേരെ ആക്രോശിക്കുകയാണ്. ഉമറാണെന്നുള്ള വിവരം ആ സ്ത്രീക്ക് അറിവുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം മടങ്ങിപ്പോയി. മടങ്ങിപ്പോയ അദ്ദേഹം നേരെ തൻ്റെ വാസസ്ഥലത്തേക്ക് ചെന്ന് അവർക്ക് ആഹാരത്തിനുള്ള വകയും മറ്റുമായി തലയിൽ ചുമന്നുകൊണ്ട് ആ സ്ത്രീയുടെ വീട് ലക്ഷ്യം വെച്ച് വന്നു. അങ്ങനെ ആ സ്ത്രീക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നൽകിയ ശേഷം അദ്ദേഹം തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇതിൽ നാം എന്ത് മനസ്സിലാക്കണം? ഒരു ഭരണകർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ് ആ നാട്ടിലെ ഭരണീയരുടെ വിശപ്പും അവരുടെ മറ്റ് സാഹചര്യങ്ങളും അന്വേഷിച്ചത് പൂർത്തിയാക്കി കൊടുക്കുക എന്നത് ഒരു ഭരണകർത്താവിൻ്റെ ബാധ്യതയാണ്. അതാണ് അദ്ദേഹം അവിടെ നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ നൂറ് സംഭവങ്ങൾ ഇസ്ലാമിക ഭരണകർത്താക്കൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ മാത്രമാണ് കാണാപ്പുറങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ കാണാപ്പുറങ്ങൾ തേടിയുള്ള യാത്ര നാം നടത്തുമ്പോൾ ഒത്തിരി കാണാപ്പുറങ്ങളും ഒത്തിരി സംഭവങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ മുൻഗാമികളായ ഭരണകർത്താക്കളുടെ ജീവിത രീതി എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആയതുകൊണ്ട് എല്ലാ ഭരണകർത്താക്കളും ആ രാജ്യത്തെ ഭരണീയരുടെ സാമ്പത്തികവും ആരോഗ്യപരവുമായ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് ആവശ്യമായ സമയത്ത് അതിനുള്ള പരിഹാരം ചെയ്തു കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന വസ്തുതയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നന്ദി, നമസ്കാരം.